ഹലോ ഗായ്സ്, വാഴക്കൂമ്പൊക്കെ അരിഞ്ഞ് കയ്യിൽ കറ പറ്റുന്ന ആൾക്കാരാണോ? എങ്കിൽ കയ്യിൽ കറയൊന്നും പറ്റാതെ നമുക്ക് എങ്ങനെ വാഴക്കൂമ്പ് അരിയാമെന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ അതാ നല്ലൊരു വാഴക്കൂമ്പ് എടുക്കണം. കറ അതായത് കഴിക്കാത്ത വാഴക്കൂമ്പായിരിക്കണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതാ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ആ ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. വാഴക്കൂമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ഇതിന് നടുക്കായിട്ട് ചെറിയൊരു തണ്ട് കാണാൻ പറ്റും. ഈ തണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല. തണ്ടിന് നല്ല കയ്പ്പാട്ടോ, അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കയ്പ്പായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന കൂട്ടത്തിൽ നമുക്ക് അരിയാനും എളുപ്പമുണ്ട്. അപ്പോൾ ദാ ഇത് മാത്രം കളഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നേരെ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചോപ്പറിലിടുമ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് നമ്മൾ തോരനെടുക്കുന്ന അതേ ഒരു ടൈപ്പിൽ. പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ തേങ്ങ അരയ്ക്കാൻ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചതച്ചെടുത്തിരിക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ തിരുമ്മിയെടുക്കണേ. ഈ തിരുമുന്ന കൂട്ടത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് തിരുമ്മി കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് പിടിച്ചോളും. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതിയേ. ഇങ്ങനെ ഇതാ തിരുമ്മി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിന് നന്നായിട്ട് പിടിക്കും. ഇനി നേരെ അടുപ്പിൽ എണ്ണയിട്ട് കടുക് പൊട്ടിച്ച് നമ്മുടെ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന കൂമ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് ഇടവിട്ട് അതിൻ്റെ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ വേവിച്ചെടുത്ത് ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോ നോക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പരിപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പയറോ തുമരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരിപ്പിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് വെള്ളം മാറിയെടുക്കുമ്പോൾ അതാ നമ്മുടെ കൂമ്പുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു. Please subscribe.